വെടിക്കെട്ട് ദുരന്തത്തിൽ തെളിവെടുപ്പിനായി ജസ്റ്റിസ് CN രാമചന്ദ്രൻ കമ്മീഷൻ ഇന്ന് മുണ്ടത്തിക്കോട് എത്തുകയാണ്. ചികിത്സയിൽ കഴിയുന്നവരെയും അദ്ദേഹം കാണും, ഉദ്യോഗസ്ഥരുമായി സംസാരിക്കും, സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷിക്കും. എന്തായാലും കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഹരീഷ് നാരായണൻ ചേരുകയാണ്. ഹരീഷ്, നമുക്കറിയാം ഏറെ നമ്മളെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു അപകടം തന്നെയായിരുന്നു മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടം. സ്വാഭാവികമായും അതിൻ്റെ കാരണം അറിയേണ്ടതായിട്ടുണ്ട്, അതിൻ്റെ വ്യാപ്തി അറിയേണ്ടതായിട്ടുണ്ട്. അതിനായിട്ടുള്ള തെളിവെടുപ്പ് ഇന്ന് ആരംഭിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ശ്രീജ, ഈ മുണ്ടത്തിക്കോട് ദുരന്തവുമായി ബന്ധപ്പെട്ട പല ഊഹാപോഹങ്ങളൊക്കെ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും കൃത്യമായിട്ടുള്ള ഒരു കാരണം കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ്. അത് കണ്ടെത്തുക എന്നുള്ളൊരു ലക്ഷ്യം മുന്നിട്ട് നിർത്തിയാണ് ഇപ്പോൾ ഈ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് നടന്ന ഈ ദുരന്തം നടന്ന സ്ഥലത്തേക്ക് ജുഡീഷ്യൽ കമ്മീഷൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നേരിട്ട് എത്തുന്നത്. ഇന്ന് അദ്ദേഹം തൃശ്ശൂരിലെത്തും. തുടർന്ന് കളക്ടറും ഉന്നത ഉദ്യോഗസ്ഥരുമായി നടക്കുന്ന യോഗത്തിന് ശേഷം മെഡിക്കൽ കോളേജിലെത്തി പരിക്കേറ്റവരെയും സന്ദർശിക്കും. ശേഷം മുണ്ടത്തിക്കോട് ഈ ഒരു ദുരന്ത നടന്ന സ്ഥലത്തെത്തും. ആ സ്ഥലം സന്ദർശിക്കും. അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരെ കണ്ട് മൊഴിയെടുക്കും. ദുരന്തത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അദ്ദേഹം ഇങ്ങോട്ടേക്ക് എത്തുന്നത്. അതായത് ഇത്രയും ഈ ഒരു അപകടം നടന്ന് ഇത്ര ദിവസം പിന്നിട്ടിട്ടും ഇപ്പോഴും അതിന്റെ കാരണം കണ്ടെത്താൻ ഇപ്പോഴും ആർക്കും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഫോറൻസിക് ടീം അടക്കം ഇപ്പോഴും അവിടെ ഉണ്ട്. ഇപ്പോഴും തിരച്ചിൽ തുടരുന്നുണ്ട്. ഇനിയും എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന് കണ്ടെത്താനായിട്ടുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ എന്താണ് ഈ ഒരു അപകട കാരണമെന്ന് ഇപ്പോഴും പൂർണ്ണമായി കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ അതിൽ കൂടുതൽ അന്വേഷണം വേണം എന്നുള്ളൊരു കാര്യമാണ്. അതിനാലാണ് ഇപ്പോൾ ഈ ജുഡീഷ്യൽ കമ്മീഷൻ ജസ്റ്റിസ് CN രാമചന്ദ്രനെ നേരിട്ട് ഇങ്ങോട്ടേക്ക് എത്തി കൂടുതൽ വിവരങ്ങൾ, അതായത് ഈ പ്രത്യേകിച്ചും ഈ ഉദ്യോഗസ്ഥരും കളക്ടറുമായി തന്നെ അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. അതിലുപരി ഈ പരിക്കേറ്റവർ, രക്ഷപ്പെട്ട ആളുകളുമായി സംസാരിക്കും. ഏതൊക്കെ സാഹചര്യത്തിലായിരുന്നു ഇവരവിടെ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു അപകടം നടക്കാനുള്ള മറ്റെന്തെങ്കിലും സാഹചര്യങ്ങൾ അവിടെ ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കും. ഇതുമായി ബന്ധപ്പെട്ട ഒരു സമഗ്ര റിപ്പോർട്ട് അദ്ദേഹം സമർപ്പിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ആദ്യം അദ്ദേഹം കളക്ടറേറ്റിലേക്കായിരിക്കും എത്തുക. അവിടെ വെച്ച് ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം ആയിരിക്കും ഈ ഒരു അപകടം നടന്ന മുണ്ടത്തിക്കോട് എത്തുക. തുടർന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തത വരും. അല്ലെങ്കിൽ ഇനി തുടരെ അന്വേഷണം എന്തൊക്കെ സാഹചര്യങ്ങളിലാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവാനുള്ള കാരണമെന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരാനുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോഴും തിരച്ചിൽ തുടരുന്നുണ്ട്. ഇനിയും എന്തെങ്കിലും ബാക്കി ആ ഒരു പ്രദേശത്ത് നിന്ന് കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളൊരു അന്വേഷണത്തിലാണ് ഉദ്യോഗസ്ഥരും. കഴിഞ്ഞ ദിവസം DGP അടക്കം പറഞ്ഞതാണ് ഇതൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്തായാലും ഉണ്ടാകും. 18 പേരടങ്ങുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാകും. അവരുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുമെന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞതാണ്. എന്തായാലും ഒരു നാടിനെ മുഴുവൻ നടക്കിയ ആ ഒരു ദുരന്തം അതിന്റെ വ്യക്തത എന്തായാലും വരേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങളാണ് ഇനി ഉണ്ടായിരിക്കുക. തീർച്ചയായും ഹരീഷ്, വെടിക്കെട്ട് ദുരന്തത്തിൽ തെളിവെടുപ്പിനായി ജസ്റ്റിസ് CN രാമചന്ദ്രൻ കമ്മീഷൻ ഇന്ന് മുണ്ടത്തിക്കോട് എത്തുകയാണ്. വിവരങ്ങളുമായി ചേരുകയായിരുന്നു ഹരീഷ് നാരായണൻ.